നമസ്കാരം. മൂന്നാം മുന്നണി മോഹവുമായി രംഗത്തിറങ്ങിയതോടെ വെള്ളാപ്പള്ളിക്കെതിരായ ആക്രമണങ്ങൾ ഏതു ഭാഗത്തു നിന്ന് എപ്പോൾ വരും എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിയമനക്കോഴയും മൈക്രോ ഫിനാൻസും ഇപ്പോഴിതാ ശാശ്വതീകാനന്ദയുടെ ജലസമാധിയും കൂടി വന്നിരിക്കുന്നു. എതിരാളികളെ കയർ സമാധിയിലും ഇടിസമാധിയിലും വെട്ടുസമാധിയിലുമൊക്കെ അവസാനിപ്പിക്കുന്ന ചിലർ ശാശ്വതീകാനന്ദയെ ജലസമാധിയാക്കുകയായിരുന്നു അത്രേ. ജലസമാധി അന്വേഷിക്കാം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ശാശ്വതീകാനന്ദ ജലസമാധിയായിട്ട് 13 വർഷം കഴിഞ്ഞു. മുങ്ങി മരിച്ചതല്ല, കൊലപ്പെടുത്തിയതാണ് എന്ന് അന്നേ ആരോപണവും ഉണ്ടായിരുന്നു. SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതോടെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കൂടി ശാശ്വതീകാനന്ദയെ ആളെ വിട്ട് കൊലപ്പെടുത്തി എന്നതാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രവീൺ വധക്കേസിലെ പ്രധാന പ്രതി കൂടിയായ പ്രിയനെ കൊണ്ട് വെള്ളാപ്പള്ളിയെയും തുഷാറും ചെയ്യിച്ചതാണത്രേ. ബിജു രമേശിന്റെ ആരോപണം കേട്ട് വെള്ളാപ്പള്ളി തളർന്നിരിക്കുകയാണ്. സംഘി ബാന്ധവത്തിനായി ഒരുങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഓഡിറ്റിന് വിധേയമാകേണ്ടി വരുമെന്ന് ആശാൻ കരുതിയതേയല്ലോ. അധ്യാപക നിയമന കോഴയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും കഴിഞ്ഞ് ഒടുവിലൊരു കൊലപാതക കുറ്റവും. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡറാണ്. വളരെ പെട്ടെന്ന് ആസൂത്രിതമായി ചെയ്ത മർഡറാണ്. കാര്യം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, സ്വാമി മരിച്ച അവിടെ ചെന്നപ്പോൾ തന്നെ അത് സ്വാമി ജലത്തിൽ വീണ സമാധിയായി കഴിഞ്ഞാൽ ഒരാൾ ആരെങ്കിലും വെള്ളത്തിൽ വീണോ ആറ്റിൽ വീണോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊലപാതകമാണെന്ന് അവിടെ സംസാരം വരുന്നത് എന്തുകൊണ്ടാണ്? ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ, നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്ന് ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. ഞാൻ ചോദിച്ചു, പ്രിയൻ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നടേശ് സാർ അവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഇന്നും ഭ്രാന്തന്മാരെയൊന്നും പണി കിട്ടി. ഞാൻ പ്രിയനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്വാമിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? അത് വെള്ളാപ്പള്ളി നടേശൻ സാറിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത് സാർ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. നമുക്ക് അറിയേണ്ട, ഒന്നുകൂടെ വ്യക്തമാക്കേണ്ട അതേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക് വേണ്ടിയാണ് സ്വാമിയെ നിങ്ങൾ ഇതാ ചെയ്തതെന്ന് ചോദിച്ചു വെള്ളാപ്പള്ളി. കാര്യം പ്രിയനാണ് ചെയ്തതെന്ന് പ്രിയൻ ജയിലിൽ കിടക്കുമ്പോൾ പോലും അവിടുത്തെ ജയിൽ വാർഡനായിട്ടുണ്ടായിരുന്ന അവരോട് പറയുകയും ആ ജയിൽ വാർഡൻ എന്നെ കാണാൻ ഒരു അവസരത്തിൽ വരുമ്പോൾ അവരെന്നോട് പറയുകയും ചെയ്തതാണ്. അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. പ്രിയൻ അറക്കത്തറ സന്തോഷ്, വെള്ളാപ്പള്ളി നടേശന്റെ സഹോദരിയുടെ അറക്കത്തറ സന്തോഷിന്റെ വളരെ എന്തിനും പോകുന്ന ആളാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സഹോദരിയുടെ വളരെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ഗുണ്ട നേതാവാണ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പക്ഷെ സ്വാമി മരിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ബോഡി സംസ്കാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം താമസിച്ചിരുന്ന മുട്ടടയുള്ള വീട്ടിൽ വരികയും അവിടെ ഉണ്ടായിരുന്ന സ്വാമിയുടെ മുഴുവൻ റെക്കോർഡ്സും അദ്ദേഹത്തിൻ്റെ അലമാര തുറന്ന് കംപ്ലീറ്റ് റെക്കോർഡ്സും അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഡിക്കിയിൽ കയറ്റി തിരിച്ചു പോയിട്ടാണ് സ്വാമിയുടെ ഫ്യൂണറൽ ചടങ്ങിന് അതിനുശേഷം ഉണ്ടായ ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം കൂടുകയും പങ്കെടുക്കുകയും ചെയ്തത്. മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. അതെ, വെറുതെ ധൈര്യം എന്ന ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ. ഡോക്ടർ സോമൻ ഈ കേസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കാര്യം സോമൻ SNDP ആയിട്ട് തന്നെ ബന്ധമില്ലായിരുന്നു. പക്ഷേ സ്വാമി ശാശ്വതാനന്ദ സ്വാമിയായിട്ട് വ്യക്തിപരമായ വിരോധം പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ സ്വാമി മരിച്ചതിന് ശേഷം ആദ്യം പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വൈമുഖ്യം കാണിക്കുകയും പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ പിന്നീട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്നും പലരും ഉപദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സോമനെ വിളിച്ചു വരുത്തുകയും സോമൻ അവിടെ വന്നിരുന്നതിന് ശേഷം ജില്ലാ ഹോസ്പിറ്റലിലെ ഒരു ലേഡി ഡോക്ടറെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് റിപ്പോർട്ട് കംപ്ലീറ്റ് സോമൻ പറഞ്ഞു കൊടുത്തനുസരിച്ചാണ് റിപ്പോർട്ട്, ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടാണെന്നാണ് പറയുന്നത്. സോമൻ പറഞ്ഞു കൊടുത്തനുസരിച്ചാണ് റിപ്പോർട്ട് എഴുതിയത്. ആ റിപ്പോർട്ട് എഴുതി ഈ കൊലപാതകത്തെ മരണമാക്കി മാറ്റിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് സോമന് SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നൽകിയതെന്നാണ് അന്ന് തൊട്ട് എല്ലാവരും പറയുന്നത്. അമ്മാതിരി ഐഡിയ ആയിരുന്നല്ലോ. ഇത്രയും കാലം ഇരു മുന്നണികളിൽ നിന്നും കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് ഒടുവിൽ കേന്ദ്രത്തിൽ പിടിച്ചാൽ ഇനി കൂടുതൽ ചില്ലറ കിട്ടുമെന്ന ബോധ്യത്താലാണ് പുതിയ ഐഡിയയുമായി ഇറങ്ങിത്തിരിച്ചത്. അപ്പോഴതാ വരുന്നു പഴയ ഐഡിയകളുടെ നീക്കിയിരിപ്പുകൾ. ഇനി കൊലക്കുറ്റത്തിന് കൂടി ഉത്തരം പറയണം. ഇതിനെല്ലാം ഉത്തരം പറയാൻ വെള്ളാപ്പള്ളിയുടെ ജന്മമാണെങ്കിൽ തുടിച്ചിങ്ങനെ നിൽക്കുകയുമാണ്. ശാശ്വതീകാനന്ദ സ്വാമിയെ താനും കൂട്ടരും കൊന്നു എന്ന് പറയുന്നവരുടെ ക്രൂരതയോർത്ത് വെള്ളാപ്പള്ളിക്ക് ഇരിക്കപ്പുറതിയില്ലാതായിപ്പോയി. ഒരു പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങിയതിന് ഇങ്ങനെ ശിക്ഷിക്കണോ? നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ചാ
ഇങ്ങനെ കിടക്കും. എന്താണ് ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടറെ വിളിക്കുന്നു. ഇപ്പൊ CBI അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യും, ഒരുപാട് ആരോപണം ഉണ്ടല്ലോ, എല്ലാ ആരോപണങ്ങളും കൂടെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ CBIക്ക് കൊടുത്തിട്ട് എന്നെ പറ്റി അന്വേഷിക്കുക. കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആവാൻ മതിയായിരുന്നു. കണ്ടക്ടറെ കമ്പൗണ്ടർ ആ രണ്ടും ഒന്ന് തന്നെ. ഗവൺമെന്റ് അന്വേഷിച്ച് ആവശ്യമായ വസ്തുതകളെ ജനങ്ങളെ അറിയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യം ഒന്ന് തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുവടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? അല്ല എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ 173(8) CRPC അനുസരിച്ചുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. ഈ വിധം ക്രൂശിതനാകുമ്പോൾ അങ്ങ് കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ലഭിക്കുമെന്ന് ആരായാലും പ്രതീക്ഷിച്ചു പോകും. വെള്ളാപ്പള്ളിയും BJP-കാരുടെ പിന്തുണ നല്ലോണം കിട്ടുമെന്ന് കരുതി. അവർക്കൊപ്പം കൂടാൻ തീരുമാനിച്ചതുകൊണ്ടാണല്ലോ ഈ അവസ്ഥ. ഇനിയാണെങ്കിൽ വല്ല CBI-യും വന്നാൽ അതിനും മോദി പാർട്ടിയുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് സകല ആക്രമണങ്ങളും ഏറ്റ് ദേഹമാസകലം പരിക്കേറ്റ വെള്ളാപ്പള്ളി അമിത്ഷായെയും മോദിയെയും കാണാൻ കറങ്ങി നടക്കുകയാണത്രേ. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ അവിടെ സാർ, എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കും. അയ്യോ, ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. ഇത്രേ ഉള്ളൂ അവരുടെ കാര്യം. വെള്ളാപ്പള്ളിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലായതുമില്ല. അതവിടെ നിൽക്കട്ടെ. ശാശ്വതികാനന്ദയുടെ കാര്യത്തിൽ എന്താണ് നടന്നത് എന്ന ചോദ്യം സ്വാഭാവികം. ശാശ്വതികാനന്ദ ജലസമാധിയായ ദിനം മുതൽ അനന്തര സംഭവങ്ങളെല്ലാം ബിജു രമേശ് കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു അത്രേ. ശാശ്വതികാനന്ദയെ കൊലപ്പെടുത്തിയതിന് ആധാരമായ സംഭവം മുതൽ ഇങ്ങോട്ട് എന്തൊക്കെയാണ് ബിജു രമേശിന് അറിയാവുന്നത്? മരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വാമിയുടെ ബോഡി നദിയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ പടിയിൽ രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. അന്ന് ആരുടെ കാല് തട്ടി മുറിഞ്ഞു എന്നൊക്കെയാണ് അന്ന് മൊഴി നൽകിയെങ്കിൽ പോലും അവസാനം ഉണ്ടായ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ പരിശോധനയിൽ അത് സ്വാമിയുടെ രക്തമായിരുന്നു എന്ന് തെളിയുണ്ട്. അപ്പോൾ ഒരാൾ വെള്ളത്തിൽ നീന്താൻ കുളിക്കാൻ പോയി മരിച്ചു കിടക്കുന്ന അതിൽ വെള്ളത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി പോലും എടുത്തിട്ടില്ല. ആ വ്യക്തിയുടെ രക്തമാണ് പടിയിൽ തളം കെട്ടി കിടന്നത്. അപ്പം കൊലപാതകം നേരത്തെ തന്നെ നടന്നു എന്നുള്ളത്, അല്ലെ സ്വാമി ഇവിടെ വെച്ച് എന്തോ മുറിയെ ഉണ്ടായി എന്നുള്ള വസ്തുത അതിൽ നിന്ന് തന്നെ ഒരു സൂചന വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഷാജിയുടെ DYSP ഷാജിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നു. ഷാജിയുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലെ വാർഡനായിരിക്കുന്ന 2 പേര് എന്നെ പരിചയമുള്ളവരാണ്. എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അതിലൊരാൾ എന്നോട് കാണാൻ വന്ന് പറഞ്ഞു സ്വാമിയുടെ മരണം കൊലപാതകമാണ്. അതിൽ കൊല ചെയ്ത ആൾ ശ്രീ പ്രിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സെൻട്രൽ ജയിലിലുണ്ട്. സ്വാമിയെ കൊന്നത് പ്രിയനാണ് എന്ന് അവിടെ പ്രിയൻ തന്നെ അവിടെയുള്ള ജയിലിലുള്ള ഉദ്യോഗസ്ഥരോട് പറയുകയുണ്ടായി. ആ കാര്യം എന്നോട് വന്ന് ഒരിക്കൽ കാഷ്വൽ ടോക്കിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. അത് ഞങ്ങൾ കേട്ടങ്ങ് വിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ശിവേരിയുമായി ബന്ധപ്പെട്ട 1-2 സന്യാസിമാരോട് ഈ കാര്യം ഷെയർ ചെയ്തു. അതിനുശേഷം ശ്രീനാഥ ധർമ്മവേദിയുടെ ഞാൻ ആദ്യം ശ്രീ ഗോകുലം ഗോപാലിനോട് പറഞ്ഞു സ്വാമിയുടെ മരണം കൊലപാതകമാണ്. അതുപോലെ സ്വാമിയുമായി അടുപ്പമുണ്ടായിരുന്ന ശ്രീ കോണ്ടൂർ പ്രസാദിനോട് ഈ വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അന്വേഷിക്കാൻ മുന്നോട്ട് വരണമെങ്കിൽ എന്ത് വേണമെങ്കിൽ അദ്ദേഹം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പലരും പറയുന്നതല്ല, ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള വസ്തുതയാണ് അതിന് പ്രധാനം. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ധർമ്മവേദിയിൽ ഈ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്താണ് ജോയ്സൺ എന്നെ വന്ന് കാണാൻ വരുന്നത്. വർക്കല ഉണ്ടാകും അപ്പോൾ പറഞ്ഞു സ്വാമി വന്നതിന് ശേഷം വർക്കല വന്ന് ജോയ്സനായിട്ട് സംസാരിക്കും. ജോയ്സനെ സ്വാമിയുടെ ശരീരത്തിൽ ഇത് മാറ്റി കാണിച്ചു. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ശരീരത്തിൽ കംപ്ലീറ്റ് അടിച്ച പാടുകൾ, സ്വാമിയുടെ ശരീരത്തിലുള്ള പാടുകളെ കാണിക്കുകയും തുഷാർ എൻ്റെ ദേഹോദരം ദുബായിൽ വെച്ച് ഏൽപ്പിച്ചതാണെന്നും സ്വാമിയും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൂടി ദുബായിൽ നിന്നും
ബഹറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് അവിടുത്തെ മീറ്റിങ്ങിന് പോകാനിരിക്കുകയായിരുന്നു എന്നും അവിടെ ഉണ്ടായ തർക്കത്തിൽ വെച്ച് പകലുണ്ടായ സംസാരത്തിലും സാമ്പത്തികമായി വെള്ളാപ്പള്ളി നടത്തുന്ന ഇതിനെക്കുറിച്ചുള്ള കുറേ ദിവസമായി അതിനെക്കുറിച്ച് സ്വാമി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പല പേപ്പറുകളും സ്വാമി സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈഴവ സഭ എന്ന് പറഞ്ഞൊരു സഭയെ രണ്ടാമത് പുനർജീവിപ്പിച്ച് സ്വാമി വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കരുക്കൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒഴുക്ക് മോശമായി തുടങ്ങിയപ്പോൾ ഉണ്ടാക്കി അതിനെ സ്വാമി തന്നെയാണ് കൊണ്ടുവന്ന് നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ ഓഫീസ് തുടങ്ങിച്ചു. അപ്പോൾ അങ്ങനെ പല നീക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശന് ഭയം തുടങ്ങിയായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ദുബായിൽ വെച്ച് സ്വാമിയുമായി തെറ്റുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഈ തെറ്റിയ സാഹചര്യത്തിലാണ് അന്ന് രാത്രി മദ്യപിച്ച് തുഷാർ വെള്ളാപ്പള്ളി ചെന്നിട്ട് സ്വാമിയെ മർദ്ദിക്കുകയുണ്ടായി. സ്വാമി അന്ന് രാത്രിക്ക് തന്നെ ബഹറിൽ അടുത്ത ദിവസം പോകാനൊന്നും നിന്നില്ല. സ്വാമി രാത്രി തന്നെ ഡൽഹി ഫ്ലൈറ്റിന് ഡൽഹിക്ക് വരികയും അവിടെ നിന്ന് രാവിലെ തിരുവനന്തപുരത്ത് വരികയും അവിടെ നിന്നാണ് സ്വാമി തിരിച്ച് ഇവിടെ പോവുകയും ഈ പറയപ്പെടുന്ന അദ്വൈത ആശ്രമത്തിലേക്ക് അടുത്ത ദിവസം പോവുകയും ചെയ്യുകയുണ്ടായത്. അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് സ്വാമി കാര്യം സ്വാമി ആ സമയത്ത് സംസാരിച്ച ഈ ചുരുങ്ങിയ സമയത്തിൽ സംസാരിച്ച എല്ലാവരോടും പറഞ്ഞ് നമുക്ക് വളരെ ഗൗരവമായ കാര്യങ്ങളുണ്ട്, എല്ലാവരോടും അതാ പറഞ്ഞ് നോക്കുന്നു ഉടനെ അടിയന്തരമായി നമുക്ക് കൂടണം, നമുക്കിരിക്കണം, സംസാരിക്കണം, വിഷയമുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്വാമി ഈ വിഷയത്തെക്കുറിച്ച് പലരോടും സംസാരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് നമുക്ക് ചെയ്യണം, ഈ കണക്ക് വെള്ളാപ്പള്ളി വിട്ടാൽ ശരിയാകില്ല എന്നൊക്കെ സ്വാമി പലരോടും സംസാരിച്ചത് പലരും ആ സമയങ്ങളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വാമി അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഈ ദുരന്തമെല്ലാം ഉണ്ടായത്? ശാശ്വതീകാനന്ദയെ വിദേശത്ത് നിന്ന് തുഷാർ വെള്ളാപ്പള്ളി വെള്ളമടിച്ചെത്തി മർദ്ദിച്ചു എന്നാണ് ബിജു രമേശ് പറയുന്നത്. യഥാർത്ഥത്തിൽ തുഷാർ ശാശ്വതീകാനന്ദയെ അടിച്ചോ? അതൊരിടവേള കഴിഞ്ഞ് അജ്മാനെ വെച്ചൊരു വീട്ടിൽ വെച്ചൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, കാര്യം ഞാൻ 2 ദിവസം മുമ്പേ പോകും തുഷാർ, കാരണം വെച്ചാൽ അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കാനുണ്ട്. സ്വാമിയുടെ അന്വേഷണം അതാ ഞാൻ ഇപ്പോഴും പറയുന്ന ജനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, സ്വാമിയുടെ ഭക്തരാണ് ഏറ്റെടുക്കേണ്ടത്. വെള്ളത്തിലെടുത്തെറിഞ്ഞോ? പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ, അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ?